സത്യം പറഞ്ഞാൽ കോൺഗ്രസിന് എല്ലായിടത്തും തോൽവിയാണ് ഫലം. അതിനു കാരണം പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ചില തർക്കങ്ങളാണെന്ന് നേതാക്കൾക്ക് നന്നായിട്ടറിയാം. ഇപ്പോഴിതാ മഹാരാഷ്ട്രയിലെ കനത്ത തിരിച്ചടിക്ക് കാരണങ്ങളിലൊന്ന് പാർട്ടിക്കുള്ളിലെ തർക്കമാണെന്ന് AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ തന്നെ പറഞ്ഞിരിക്കുകയാണ്. വർക്കിംഗ് കമ്മിറ്റി യോഗത്തിലാണ് ഖാർഗെയുടെ ഈ പ്രതികരണം. പരാജയത്തിൽ നിന്നും ഇനിയെങ്കിലും പാഠം ഉൾക്കൊണ്ട് മുന്നോട്ടു പോകാൻ തയ്യാറാകണമെന്നും അദ്ദേഹം യോഗത്തിൽ നേതാക്കളോട് പറഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ശക്തമായൊരു തിരിച്ചുവരവാണ് നടത്തിയത്. നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ സാഹചര്യങ്ങൾ കോൺഗ്രസിന് അനുകൂലമായിരുന്നു. സാഹചര്യം അനുകൂലമെന്നതിന് അർത്ഥം വിജയം സുനിശ്ചിതമാണെന്നല്ല. ആ സാഹചര്യത്തെ മികച്ച ഫലം നേടാൻ പാകത്തിൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. എന്തുകൊണ്ടാണ് സാഹചര്യത്തെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കാത്തത്? ഇനിയെങ്കിലും ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. പരാജയത്തിന്റെ കാരണങ്ങൾ തിരിച്ചറിയണം. ഇന്ത്യ സഖ്യം ജമ്മു കശ്മീരിലും ജാർഖണ്ഡിലും സർക്കാർ രൂപീകരിച്ചുവെങ്കിലും കോൺഗ്രസിന്റെ പ്രകടനം വളരെ ദയനീയമായിരുന്നു. ഈ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ നമുക്കൊരു പാഠമാണ്. സംഘടനാ തലത്തിലെ നമ്മുടെ വീഴ്ചകൾ മനസ്സിലാക്കി മുന്നോട്ടു പോകണം. ഐക്യമില്ലായ്മയും പരസ്പരമുള്ള ചളിവാരിയെറിയലും എല്ലായ്പ്പോഴും നമുക്ക് തിരിച്ചടി നൽകും. പരസ്പര വിമർശനം അവസാനിപ്പിച്ച് ഐക്യത്തോടെ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് ശത്രുക്കളെ രാഷ്ട്രീയമായി പരാജയപ്പെടുത്താൻ സാധിക്കുക? അതിനാൽ ഓരോരുത്തരും അച്ചടക്കം പാലിക്കാൻ തയ്യാറാകണം. എല്ലാ സാഹചര്യത്തിലും ഒറ്റക്കെട്ടായി കൂട്ടായി പ്രവർത്തിക്കാൻ തയ്യാറാകണം. പാർട്ടിയുടെ വിജയമാണ് നമ്മുടെ വിജയമെന്ന് മനസ്സിലാക്കി മുന്നോട്ടു പോകാൻ കഴിയണം എന്നാണ് ഖാർഗെ പറഞ്ഞത്. ദേശീയ വിഷയങ്ങളിൽ ശ്രദ്ധയൂന്നിയതിനു പകരം പ്രാദേശിക വിഷയങ്ങളിലൂന്നിയായിരിക്കണം തിരഞ്ഞെടുപ്പ് പ്രചരണമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ദേശീയ വിഷയങ്ങൾ ഉയർത്തി എത്ര നാൾ തിരഞ്ഞെടുപ്പിനെ നേരിടും? തിരഞ്ഞെടുപ്പിന് കുറഞ്ഞത് ഒരു വർഷം മുൻപെങ്കിലും ഒരുങ്ങണമെന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അതേസമയം EVM-ലും ഖാർഗെ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. EVM-കൾ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ സംശയാസ്പദമാക്കിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അതിനാൽ കൂടുതൽ പറയുന്നില്ല. എന്നാൽ രാജ്യത്ത് സ്വാതന്ത്ര്യവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കേണ്ടത് അവരുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണെന്ന് ഖാർഗെ പറഞ്ഞു. സത്യത്തിൽ മഹാരാഷ്ട്രയിൽ ഒരുപാട് പ്രതീക്ഷ കോൺഗ്രസിനുണ്ടായിരുന്നു. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ചിട്ടും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയാണ് മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് നേരിട്ടത്. വെറും 16 സീറ്റുകൾ മാത്രമാണ് പാർട്ടിക്ക് നേടാൻ കഴിഞ്ഞത്. പക്ഷേ മറുവശത്ത് BJP നയിക്കുന്ന മഹായുതി 235 സീറ്റുകളിലാണ് വിജയിച്ചത്. അതേസമയം മഹാരാഷ്ട്രയിൽ ആര് മുഖ്യമന്ത്രിയാകുമെന്ന കാര്യത്തിൽ ഉടൻ പ്രഖ്യാപനമുണ്ടായേക്കുമെന്നും സൂചനയുണ്ട്. മഹായുതി സഖ്യകക്ഷി നേതാക്കൾ ഡൽഹിയിൽ വെച്ച് അമിത്ഷായുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സർക്കാർ രൂപീകരണത്തിൽ തീരുമാനമായതായും മുഖ്യമന്ത്രിയുടെയും ഉപമുഖ്യമന്ത്രിമാരുടെയും കാര്യത്തിൽ പ്രഖ്യാപനമുണ്ടായേക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ദേവേന്ദ്ര ഫഡ്നാവിസ്, ഏക്നാഥ് ഷിൻഡെ, അജിത് പവാർ എന്നിവരാണ് അമിത്ഷായുമായി വ്യാഴാഴ്ച രാത്രി കൂടിക്കാഴ്ച നടത്തിയത്. അർദ്ധരാത്രിയിൽ അവസാനിച്ച യോഗം മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിന് മുൻപുള്ള അന്തിമ യോഗമാകുമെന്നാണ് കരുതുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അന്തിമ അനുമതി മാത്രമേ ഇനി പ്രഖ്യാപനത്തിന് ആവശ്യമുള്ളൂ.